ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ 2022 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് പോർഷൻസിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പോർഷൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ വാട്ടർ അതോറിറ്റി അത്യാവശ്യം നമുക്ക് ന്യൂമറിക്കലി കുറച്ച് കാൽക്കുലേഷൻസ് വന്ന ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മൾക്ക് ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് കുറവുള്ള ചോദ്യങ്ങളെ PSCക്ക് ചോദിക്കൂ എന്നുള്ള ആ ഒരു ധാരണയൊക്കെ മാറ്റി അത്യാവശ്യം കാൽക്കുലേഷൻസ് വരുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ ഒരു എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ വരുന്നത്. ഈവൻ മോസ്റ്റ് എടുത്താലും അത്യാവശ്യം നമുക്ക് കാൽക്കുലേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റീൽ ബാർ ഓഫ് 20 mm in diameter when subjected to an axial pull of 50 kN. ഒരു സ്റ്റീൽ ബാർ ഉണ്ട്, 20 mm എന്ന ഡയമീറ്റർ ആണ്, ആക്സിയൽ പുള്ള് 50 kN ആണ്, elongates by 0.2 mm or a gauge length of 20 cm. അതിന്റെ elongation 0.2 mm ആണ്, ഗേജ് ലെങ്ത് എന്ന് പറയുന്നത് 20 cm ആണ്. Diameter of the bar is reduced by 0.04 mm. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡയമീറ്റർ ബാറിന്റെ ഡയമീറ്റർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 0.004 mm ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ബൾക്ക് മോഡുലസ് ഓഫ് ദ ബാർ? ഈ ഒരു ബാറിന്റെ ബൾക്ക് മോഡുലസ് അഥവാ K എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും എലോങ്ങേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണോ, അങ്ങനെ ഒരുപാട് ഡൗട്ട് വരാം. പോയ്സൺസ് റേഷ്യോ ആണോ? പക്ഷെ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ബൾക്ക് മോഡുലസ് ആയ K ആണ്. അപ്പൊ ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ആൻസർ. എന്താണ് ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ? K is equal to stress divided by volumetric strain, അതായത് സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ V ആണ് നമ്മുടെ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് വേണം? സിഗ്മ വേണം, എപ്സിലോൺ V വേണം. അപ്പൊ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ട്രെസ് ആണ് അല്ലെ. സോ ഈ വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്ന എപ്സിലോൺ V കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. ബട്ട് സിഗ്മ ഡയറക്ട് സ്ട്രെസ് ആണ്. ഡയറക്ട് സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് ബാറിന്റെ ഡയമീറ്റർ അറിയാമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഏരിയ. സോ നമുക്ക് ആക്സിയൽ പുൾ എത്രയാണ്? 50 kN. P/A ആണ് സ്ട്രെസ്, ദാറ്റ് ഈസ് ഫോഴ്സ് 50 kN അല്ലേ. 50 into 10⁻³ divided by pi/4 into 20 mm square. 20 mm അല്ലേ ഏരിയ, സോ into 20 സ്ക്വയർ ആണ്. ഓക്കെ, സോ നമുക്ക് 4 പുറത്തേക്ക് പോകുമ്പോൾ 15 into 10⁻³ into 4 divided by pi into 20 സ്ക്വയർ. ഇതാണ് നമുക്ക് സിഗ്മ അഥവാ ഡയറക്ട് സ്ട്രെസ് വരെ. ഓക്കെ, അപ്പൊ ഡയറക്ട് സ്ട്രെസ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട്? നമുക്ക് അടുത്ത എപ്സിലോൺ V, അതായത് വോളിമെട്രിക് സ്ട്രെയിൻ വേണം. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ എടുക്കണം. 3 ഡയമെൻഷനിൽ ഒരെണ്ണം ലോങ്ങിറ്റ്യൂഡിലും ബാക്കി 2 എന്താണ്? ലാറ്ററൽ ആണ്. സോ നമുക്ക് എങ്ങനെയാണ് വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പ്ലസ് 2 ടൈംസ്, അതായത് ലാറ്ററൽ സ്ട്രെയിൻ ഞാൻ എപ്സിലോൺ D എന്ന് കൊടുക്കണം, 2 ടൈംസ് എപ്സിലോൺ D. ഒരു ലോങ്ങിറ്റ്യൂഡിനൽ ഡയറക്ഷൻ 2 ലാറ്ററൽ ഡയറക്ഷനും ആണ് വരുന്നത്. സോ നമുക്ക് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാം. ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചേഞ്ച് ഇൻ ഡയമീറ്ററും ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ എലോങ്ങേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0.2 mm ആണ്, ഡിവൈഡഡ് ബൈ ഗേജ് ലെങ്ത് 20 cm ആണ്. കൺവേർട്ടിങ് 200 എന്ന് വരും. സോ എപ്സിലോൺ L കിട്ടി. ഇനി അടുത്ത എന്താ നമുക്ക് വേണ്ട? എപ്സിലോൺ D വേണം, അതായത് ഡയമീറ്ററിന്റെ ചേഞ്ച് ആണ്. ഡയമീറ്റർ ഇസ് റെഡ്യൂസ്ഡ് ബൈ എത്രയാണ്? 0.004 ആണ്, അതായത് 0.004 ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമീറ്റർ എത്രയാണ്? 20 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എപ്സിലോൺ dy ഫ്രം ദിസ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് വോളിമെട്രിക് സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ 0.2 ഡിവൈഡഡ് ബൈ 200 പ്ലസ് 2 into 0.004 ഡിവൈഡഡ് ബൈ 20. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് വോളിമെട്രിക് സ്ട്രെയിൻ ആസ് 1.4 into 10⁻³ എന്ന് വരും. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കരുത്, അല്ലാതെ തന്നെ ഹാൻഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.4 into 10⁻³ എന്ന ആൻസർ വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. സോ എപ്സിലോൺ B കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വാല്യൂസും ആയാലും ഇനി ബൾക്ക് മോഡുലസ് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. K is equal to സിഗ്മയുടെ വാല്യൂ എത്രയാണ്? 50 into 10⁻³ into 4 divided by pi into 20 square. ഓക്കെ, ഇനി എന്താണ്? ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? 1.4 into 10⁻³ അല്ലേ. സോ into 1.4 into 10⁻³ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 10⁻³ വരും. ഓക്കെ, സോ വെൻ യു കാൽക്കുലേറ്റ് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് നമുക്ക് 125/11 അങ്ങനെ എന്തോ കിട്ടും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് 11.36 into 10⁻⁴ MPa എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അപ്പൊ 11.36. സോ ഏറ്റവും അടുത്ത് വരുന്ന ആൻസർ നമുക്ക് കിട്ടുക ലൈക്ക് ഓപ്ഷൻ സി ആണ് കിട്ടുക. ഓപ്ഷൻ സി ആണ് നമുക്ക് into 10⁻⁴ ഉണ്ട് കേട്ടോ, സോറി, into ഒരു 10⁻�6 ഇവിടുത്തെ 20 സ്ക്വയർ 2 10⁻⁴ ഉണ്ട്. സോ
സോ നമുക്ക് 11.36 into 10⁻⁴ എന്ന് വരും. സോ ആൻസർ എന്ത് വരും? 2 പോയി, പിന്നെ ഒരു 2 നമ്പർ കൂടെ വേണം. അപ്പൊ നമുക്ക് ആൻസർ ഏകദേശം ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരാൻ. ഏകദേശം കാര്യം ഒത്തിരി ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ 1136 എന്ന് കിട്ടുമ്പോൾ തന്നെ ഓപ്ഷൻ സിയിലേക്ക് പോയാൽ മതി. ഒരുപാട് ബാക്കി നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. കാര്യം ഇത്രയും കാൽക്കുലേഷൻ ഉണ്ടായതുകൊണ്ടായിരിക്കും ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ക്വസ്റ്റ്യൻ കാണാതെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല കാൽക്കുലേഷൻ ഉള്ള ഒരു ചോദ്യമാണ്. നോക്കാം. A floor is supported by beams of rectangular cross section 7 cm wide, 20 cm deep and span of 4.5 meter. അതായത് ഒരു ഫ്ലോർ ഉണ്ട്. ഫ്ലോറിനകത്ത് ബീം വെച്ച് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആ ബീമിന്റെ ക്രോസ് സെക്ഷൻ റെക്ടാംഗുലർ ആണ്. സൈസ് 7/20 cm ആണ്. സ്പാൻ 4.5 meter ആണ്. ഫ്ലോർ ക്യാരീസ് എ ലോഡ് ഓഫ് 10 kN/m² ആണ്. അങ്ങനെയാണെങ്കിൽ പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് ഇസ് 8 MPa. ദ മാക്സിമം പെർമിസിബിൾ സ്പേസിംഗ് ഓഫ് ദ ബീം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ബീം ഉണ്ട്, റെക്ടാംഗുലർ ബീം ഉണ്ട്. അപ്പൊ നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ ക്യാരീസ് എ ലോഡ് ഓഫ് എത്രയാണ് നമുക്ക് 10 kN/m. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പക്ഷെ മീറ്റർ² ആണ്. 10 kN/m² ആണ്. നമുക്ക് ഇതിന് മീറ്ററിലേക്ക് മാറ്റണം. അതിലേക്ക് വരാൻ നമുക്ക് സ്പാൻ എത്രയാണ്? 4.5 meter ആണ് സ്പാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്കിത് ഒരു റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ 7 cm ആണ്. സോ 70/200 അല്ലെ, 20 cm 200. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ബീമിന്റെ ക്രോസ് സെക്ഷൻ പറയാം. പിന്നെന്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്? മാക്സിമം പെർമിസിബിൾ സ്ട്രെസ് സിഗ്മ മാക്സ് എത്ര തന്നിട്ടുണ്ട്? 8 MPa ആണ് തന്നിട്ടുണ്ട്. 8 MPa ആണ് സിഗ്മ മാക്സ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ മതി. ആക്ച്വലി M/I is equal to σ/y. ഇതാണ് ഇക്വേഷൻ. നമുക്ക് ഇവിടെ നമുക്ക് സ്പേസിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. മൊമെന്റിന്റെ ആ ഡിസ്റ്റൻസ്, മൊമെന്റ് കണ്ടുപിടിക്കാൻ P/x ആണ്, അല്ലെങ്കിൽ ആ x ഡിസ്റ്റൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം മൊമെന്റ് കണ്ടുപിടിക്കാം. മൊമെന്റ് ഇസ് ഈക്വൽ ടു എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL ആകുമ്പോൾ WL²/8 വരും. ഓക്കെ, അപ്പൊ W എന്ന് പറഞ്ഞാൽ 10 kN/m² ആണ്. സോ 10 ഇൻറ്റു ആ സ്പേസിംഗ് അറിയാൻ വേണ്ടി x കൊടുക്കുക. നമുക്ക് kN/m ആണ് UDLന്റെ യൂണിറ്റ് വരേണ്ടത്. പക്ഷെ ഇവിടെ m² എടുക്കുന്നുണ്ട്. ഒരു ലെങ്ത് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് kN/m ആവത്തില്ലേ? സോ 10 ഇൻറ്റു x ആണ്. ഇൻറ്റു L എന്ന് പറഞ്ഞാൽ 4.5 meter ആണ്. നമ്മളത് mm മാറ്റുവാണെങ്കിൽ 4500 വരും. 4500² ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. ഓക്കെ, സോ മൊമെന്റിന്റെ വാല്യൂ നമുക്ക് അങ്ങനെ മൊമെന്റിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കണമെന്നില്ല. അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൊമെന്റ് ആയാലും നമുക്ക് ഇനി അടുത്ത I ആണ്. I കണ്ടുപിടിക്കാൻ വേണ്ടി പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് ഗിവൺ ആണ്. M/I അല്ലേ? അടുത്ത I is equal to BD³/12 ആണ്. സോ mm കൺവേർട്ട് ചെയ്ത് തന്നെ 70 into 200³ divided by 12. ഓക്കെ, ആൻഡ് ഇനി എന്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്? ഇനി നമുക്ക് y വേണം. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 200ന്റെ പകുതി ആയിരിക്കും അല്ലെ? ഡെപ്തിന്റെ പകുതിയാണ് y max. y max is equal to 200ന്റെ പകുതി, that is 100. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതെല്ലാം ആയി. പിന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. m is equal to അല്ലെങ്കിൽ is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും? m ന്റെ വാല്യൂ 10x into 4500² divided by 8 into 70 into 200³ divided by 12 is equal to സിഗ്മ എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 8 divided by y max is 100. ഓക്കെ, അപ്പൊ ഇതിൽ അൺനോൺ ആര് മാത്രമേ ഉള്ളൂ? x മാത്രമേ ഉള്ളൂ. കുറച്ച് കാൽക്കുലേഷൻ വരുന്നുണ്ട്. സ്റ്റിൽ നമ്മൾ x ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് mm കിട്ടും നിങ്ങൾക്ക് xന്റെ വാല്യൂ. xന്റെ വാല്യൂ mm കിട്ടുമ്പോൾ ആൻഡ് വെൻ യു കൺവേർട്ടിംഗ് ഇറ്റ് ടു സെന്റിമീറ്റർ get the answer as 15 centimeter എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി 15 centimeter എന്ന് കിട്ടും. ഒന്നുമില്ല, ബെൻഡിങ് ഇക്വേഷന്റെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. പക്ഷെ ഇവിടെ സ്പേസിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മൊമെന്റ് നമുക്ക് kN/m² ആ സ്പേസിംഗ് x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ഇതുപോലെ തന്നെ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. ഹോളോ സർക്കുലർ ഷാഫ്റ്റ് has an inner diameter of 90 mm and thickness of 25 mm. അതായത് ഒരു ഹോളോ സർക്കുലർ ഷാഫ്റ്റ്, ഹോളോ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരിക്കും. ഇന്നർ ഡയമീറ്റർ എത്രയാണ്? 90 mm ആണ്. അതുപോലെ തന്നെ തിക്നെസ് എത്ര? 25 mm ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓഫ് ദി മെറ്റീരിയൽ is 80. ഷിയർ സ്ട്രെസ് അറ്റ് ദി ഇന്നർ കർവ്ഡ് സർഫസ് ഓഫ് ദി ഷാഫ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഷാഫ്റ്റ് സബ്ജക്ട് ടു ടോർക്ക് തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് റിജിഡിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഷിയർ സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ടോർക്ക് എത്ര നമുക്ക് തന്നിരിക്കുന്ന
ടോർക്ക് 12 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് തന്നിരിക്കുന്നത് ടോർക്ക്. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ജി ഗിവൺ ആണ് 80 ജിഗാ പാസ്കൽ ആണ് ജിയുടെ വാല്യൂ. ഓക്കെ, അപ്പൊ ജിയുടെ വാല്യൂ ഗിവൺ ആണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്താ പറയുക? ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടൗ ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് കിട്ടുക. ഓക്കെ, ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പോളാർ മോഡുലസ് ആണ്. നമ്മുടെ ഫോർമുല എന്താണ്? പൈ ബൈ 34 ഇൻറ്റു ക്യാപിറ്റൽ ഡി റേസ് 4 മൈനസ് സ്മോൾ ഡി റേസ് 4. നല്ല രീതി കാൽക്കുലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പൈ ബൈ 32 ഇൻറ്റു ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഔട്ടർ ഡയമീറ്റർ. അപ്പൊ ഇന്നർ ഡയമീറ്റർ 90 ആണ്. അപ്പൊ ഔട്ടർ ഡയമീറ്റർ എത്ര വരും? 90 പ്ലസ് ഇവിടെ ഒരു 25 വരും, ഇവിടെ ഒരു 25 വരും. ഇത്രയല്ലേ ടോട്ടൽ ഔട്ടർ ഡയമീറ്റർ. അപ്പൊ 90 പ്ലസ് 50 വരും, ഇറ്റ്സ് ഈക്വൽ ടു 140 വരും. സോ 5/32 ഇൻറ്റു 140 റൈസ് ടു 4 മൈനസ് സ്മോൾ ഡി എത്രയാണ്? 90 റൈസ് ടു 4. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റിൽ ഇട്ടങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് വേറെ എന്താണ്? ടോർക്ക് നമുക്ക് ഗിവൺ ആണ് 12 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. സോ 12 ഇൻറ്റു 10 റൈസ് ടു 6 ന്യൂട്ടൺ mm. ഇത് 8 ഇൻറ്റു 10 റൈസ് ടു 3 മെഗാ പാസ്കൽ. എല്ലാം ഒരുവിധം mm കൺവേർഷൻ ആയല്ലോ. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് എന്താണ്? ഷിയർ സ്ട്രെസ് ടൗ ആണ്. ടി ബൈ ജെ ഇൻറ്റു ആർ, ടി ബൈ ജെ ഇൻറ്റു ആർ. ഈയുടെ വാല്യൂ എത്രയാണ്? 12 ഇൻറ്റു 10 റൈസ് ടു 6 ഡിവൈഡഡ് ബൈ 5/32 ഇൻറ്റു 140 റൈസ് ടു 4 മൈനസ് 90 റൈസ് ടു 4 ഇൻറ്റു ആറിന്റെ വാല്യൂ. ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഔട്ടർ ഡയമീറ്ററിന്റെ പകുതിയാണ് എടുക്കേണ്ടത് അല്ലേ? സോ ഔട്ടർ ഡയമീറ്ററിന്റെ വാല്യൂ ഇസ് ടി ബൈ ജെ ഇൻറ്റു ആർ ആണ്. അപ്പൊ ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് outer diameter 150/2 വരും. ഓക്കെ, സോ വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുക 17.26. ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓപ്ഷൻ എ 17.26 മെഗാ പാസ്കൽ ആണ് കിട്ടുക. കുറച്ചധികം കാൽക്കുലേഷൻ ഉണ്ട്, കുറച്ചധികം അല്ല. ഈ 140 റേസ് ടു 4 മൈനസ് 90 റേസ് ടു 4നെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ 140 സ്ക്വയർ the whole square minus 90 square the whole square. അപ്പൊ a square minus b square ആവും. അതായത് 140 plus 90 140 square plus 90 square into 140 square minus 90 square. ഇത് one of the method ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സോ ഡു ഇറ്റ് ഇൻ യുവർ ഓൺ വേ. ഏതെങ്കിലും രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് നമുക്ക് കോളത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ക്രിപ്ലിംഗ് ലോഡ് ഓഫ് കോളം എ ഇസ് ഹാഫ് ദാറ്റ് ഓഫ് കോളം ബി. അതായത് ക്രിപ്ലിംഗ് ലോഡ് ഓഫ് എ എന്ന് പറയുന്നത് ക്രിപ്ലിംഗ് ലോഡ് ഓഫ് ബിയുടെ പകുതിയാണ്. ഓക്കെ, if both the columns have same height and the end condition of A and B are respective. രണ്ടിനും height same ആണെങ്കിൽ end condition എന്താണ് വ്യത്യാസം? both ends are hinged, both ends hinged, both ends fixed. അതായത് ഒരെണ്ണം ഹിഞ്ച്ഡും ഹിഞ്ച്ഡ് ആകുമ്പോൾ L തന്നെയാ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ക്രിപ്ലിംഗ് ലോഡ് ഫസ്റ്റ് കേസ് ഓരോന്ന് എഴുതി നോക്കാം. ക്രിപ്ലിംഗ് ലോഡ് ഫസ്റ്റ് കേസില് പൈ സ്ക്വയർ EI ബൈ L എഫക്റ്റീവ് സ്ക്വയർ. ഹിഞ്ച്ഡ് തന്നെ ആകുമ്പോൾ അത് തന്നെ വരും. ഇനി ബോത്ത് ആൻഡ് ഫിക്സഡ് വരുമ്പോഴത്തേക്ക് എന്ത് വരും? ഫിക്സഡ് വരുമ്പം L/2 വരും. സോ 4 ടൈംസ് വരും. അപ്പൊ അത് ഫസ്റ്റ് കേസ് അല്ല. one end is fixed and other end is free. one end fixed, other end free വരുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ടീഷൻ എന്താ വരിക? പൈ സ്ക്വയർ EI ബൈ L effective സ്ക്വയർ. L effective എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one end fixed ഉം other end free ആണ്. സോ L2L 12 the whole square. അപ്പൊ 4 വരും. 1/4. both end fixed അതുമല്ല. ഓക്കെ, ഇനി അടുത്ത ബോത്ത് ആൻഡ് ഫിക്സഡ് വരുമ്പോഴത്തേക്ക് L/2 വരും. L/2 വരുമ്പോൾ ന്യൂമറേറ്ററിൽ 4 വരും. ആൻഡ് one end fixed and other end free. അപ്പം L/2 അതും വരത്തില്ല. ഫോർത്ത് കണ്ടീഷൻ നോക്കി, one end fixed and other end hinged. ഹിഞ്ച്ഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? L/√2 എന്ന് വരും. അപ്പൊ ന്യൂമറേറ്ററിലോട്ട് 2 ടൈംസ് വരും. ബോത്ത് ആൻഡ് ഫിക്സഡ് ആകുമ്പോഴത്തേക്കോ L/2 the whole square. അപ്പൊ എത്ര വരും? 4 വരും. അപ്പൊ അത് ഇവിടെ 2L അവിടെ 4L വരും. സോ ആൻസർ എന്ത് വരും? 4 ടൈംസ് വരും. നമുക്ക് 2 ടൈംസ് എന്നുള്ള കണ്ടീഷൻ ക്രിപ്ലിംഗ് ലോഡ് ബൈ 2 എന്നുള്ള കണ്ടീഷൻ വരും. സോ ഓരോ കണ്ടീഷനും എഴുതാനേ പറ്റൂ. one end fixed and the other end both ends fixed ആണ്. രണ്ടിന്റെയും നമ്മുടെ end കണ്ടീഷൻ ആയിട്ട് വരാം. ഓക്കെ, അടുത്ത നമുക്ക് FM എന്നുള്ള ഒരു ചോദ്യമാണ്. A manometer is used to measure the pressure of a gas filled rectangular tank
ആസ് ഷോൺ ഇൻ ഫിഗർ. ഒരു ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മാഗ്നോമീറ്റർ യൂസ് ചെയ്താണ് പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ദ മാസ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ടാങ്ക് is 0. ഈ ടാങ്കിനകത്തുള്ള ഫ്ലൂയിഡിന്റെ മാസ് ഡെൻസിറ്റി 0 ആണ്. മാഗ്നോമെട്രിക് ഫ്ലൂയിഡ് ഇസ് വാട്ടർ ഹാവിംഗ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് 10. മാഗ്നോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 100 kPa. ദ അബ്സല്യൂട്ട് പ്രഷർ വിത്തിൻ ദ ടാങ്ക്. അപ്പൊ നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ വിത്തിൻ ദ ടാങ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ മാനോമീറ്റർ വരുന്ന ചോദ്യത്തിൽ നമ്മൾ ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും ഇക്വേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് പ്രഷർ അറ്റ് റൈറ്റ് ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ലെഫ്റ്റ്. ഇതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ കോൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് പ്രഷർ റൈറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലോട്ട് തുറന്നിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് വരും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ρ2gh2. അതായത് ഇവിടെയുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നമ്മൾ ρ2 കൊടുത്തിരിക്കുന്നത്, ഹൈറ്റ് h2 കൊടുത്തിരിക്കുക, ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മളിപ്പം സപ്പോസ് ഈ ലെവലിൽ ഇട്ടിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ലെവലിൽ ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ PA പ്ലസ് ρ1gh1 എന്ന് വരും. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് ഇനി യു നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈ പറഞ്ഞ നമ്മുടെ അബ്സല്യൂട്ട് പ്രഷർ വിത്തിൻ ദ ടാങ്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അങ്ങനെ കണ്ടുപിടിക്കാം. അബ്സല്യൂട്ട് പ്രഷർ വിത്തിൻ ദ ടാങ്ക് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഈ ഇക്വേഷൻ എഴുതില്ല. ലെഫ്റ്റും റൈറ്റും നമ്മൾ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തെടുത്തു. അപ്പൊ റൈറ്റ് ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ρ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. അതായത് സെക്കൻഡ് സെക്ഷൻ, ഇത് ഫസ്റ്റ് സെക്ഷൻ, ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് 100. ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് 100 പ്ലസ് ഹൈറ്റ് എത്രയാണ്? ഇവിടെ മൊത്തം 100 ആണ്. എത്രയാണ്? 100 സെന്റിമീറ്റർ. സോ 10 into 1 meter എടുക്കാം. ഓക്കെ, അപ്പൊ 100 plus 10 ദാറ്റ് ഇസ് 110 kPa എന്ന് വരും ആൻസർ. നമുക്ക് ആൻസർ എത്ര വരെ? 110 ഉണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ് ചോദ്യം. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആ ഒരു ഫോർമാറ്റ് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ബട്ട് യു ക്യാൻ സ്റ്റിൽ ഡു ഇറ്റ്. അല്ലെ, ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു സെയിം ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ എ 2-dimensional flow having velocity potential phi is equal to 4x5 and stream function psi is equal to 4/2 y square minus x square, where x and y are in meter, discharge between the streamlines passing through points 2, 4 and 1, 3 is respectively. അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ രണ്ട് പോയിന്റ്സിന്റെയും സൈ ഫംഗ്ഷൻ തമ്മിൽ മൈനസ് ചെയ്തെടുത്ത് മോഡുലസ് എടുത്താൽ മതി. psi2 മൈനസ് psi1 ആണ്. സോ സൈയുടെ വാല്യൂ എത്ര ഇവിടെ തന്നിരിക്കുന്നത്? ചുമ്മാ ഫൈയുടെ വാല്യൂ തന്നേക്കുവാണ് 4/2 into y square minus x square. പോയിന്റുകൾ ഏതൊക്കെയാണ്? 2, 4 1, 3 ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് പോയിന്റ് 1, 3 ആണ്. സോ psi at 1, 3 കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് 4/2 into 9 minus 1. That is 2 into 8. 16 വരും. ഇനി അടുത്ത psi at 2, 4 വരും. That is 4/2 into 16 minus 4. 2 into 12. That is 24. So 16 വരും, 24 വരും. 24 minus 16 that is 8 എന്ന് വരും. ഓപ്ഷൻ സി 8 meter cube per second. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഭയങ്കര സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Choose the wrong statement out of the following mentioned connected with drag and lift forces on immersed bodies. For a streamlined body, pressure drag is very small. For a bluff body, pressure drag is very small. Drag force on a slender cylinder bodies decreases as velocity of flow increases. പിന്നെ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അപ് ടു r is equal to 2000. Lift force occurs on a body when there is symmetry of fluid motion. അപ്പൊ ഇത് കുറച്ചൊരു സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ള ചോദ്യം, നമ്മൾ ശ്രദ്ധിക്കാത്ത ചോദ്യമാണ്. നമുക്ക് എന്തായാലും ക്വസ്റ്റൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ ഒന്നുകൂടെ വായിക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് കുറച്ച് സ്റ്റേറ്റ്മെന്റ്
Choose the wrong statement out of the following mentioned connected with drag and lift forces on immersed body. Immersed body drag and lift forces based on the ചോദ്യമാണ്. For a streamlined body, pressure drag is very small. For a bluff body, pressure drag is very large. Drag force on a slender cylindrical bodies decreases as velocity of flow increases up to a Reynolds number equal to 2000. Lift force occurs on a body when there is symmetry of fluid motion. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റ് ഫോഴ്സ് ഒക്കേഴ്സ് ഇൻ എ ബോഡി വേർ ദെയർ ഇസ് സിമെട്രി ഓഫ് ഫ്ലൂയിഡ് മോഷൻ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. അപ്പൊ അതായത് ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് സിമെട്രി, അതായത് സിമെട്രി കാരണം ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സിമെട്രി കാരണം ഡെവലപ്പ് ചെയ്തൊരു ഫോഴ്സ് അല്ല. ഇറ്റ് ഇസ് മെയിൻലി ഡെവലപ്പ് ഡ്യൂ ടു അസിമെട്രി. അതായത് ഫ്ലൂയിഡ് മോഷനിൽ അസിമെട്രി ഉണ്ടാകുമ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെറ്റ് ലിഫ്റ്റ് 0 ആണ്. അപ്പൊ സിമെട്രിക്കൽ വന്നു കഴിഞ്ഞാൽ നെറ്റ് ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ലിഫ്റ്റ് ഫോഴ്സ് ഒക്കേഴ്സ് വെൻ ദേർ ഇസ് സിമെട്രി എന്ന് പറയുന്നത് തെറ്റാണ്. അസിമെട്രി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ലിഫ്റ്റ് ഫോഴ്സ് ഉണ്ടാകത്തുള്ളൂ. ബാക്കി സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് ഫോർ എ സ്ട്രീം ലൈൻ ബോഡി പ്രഷർ ഡ്രാഗ് ഇസ് വെരി സ്മോൾ, അത് ശരിയാണ്. ദെൻ ബ്ലഫ് ബോഡിക്കകത്ത് പ്രഷർ ഡ്രാഗ് ഇസ് വെരി ലാർജ് ആണ്. പിന്നെ ഡ്രാഗ് ഫോഴ്സ് ഇൻ സിലിണ്ടർ അത് കറക്റ്റ് ആണ്. അതായത് ലാമിനാർ റിഗിം അല്ലെങ്കിൽ RE2000 ആകുന്ന സമയത്താണ് ഡ്രാഗ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നത്, അതായത് വെലോസിറ്റി ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന സമയം. ഓക്കെ, സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ദ വാട്ടർ പ്ലെയിൻ ഏരിയ ഓഫ് എ ഹെവിലി ബോട്ടം ലോഡഡ് കാർഗോ ഷിപ്പ് ഷോൺ ഇൻ ഫിഗർ. നമുക്കൊരു ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ നിന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഫ്ലോട്ടിംഗ് ഷിപ്പ്. ഷിപ്പിന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഷിപ്പ് ഇസ് ലീസ് സ്റ്റേബിൾ ഇൻ പിച്ചിങ്, ഷിപ്പ് ഇസ് മോർ സ്റ്റേബിൾ ഇൻ റോളിംഗ്, റൊട്ടേഷണൽ സ്റ്റെബിലിറ്റി അബൌട്ട് y ആക്സിസ് ഇസ് എ ഡിസൈൻ ക്രൈറ്റീരിയ, സെന്റർ ഓഫ് ബോയൻസി ലൈസ് ബിലോ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പം ഒന്നുകൂടി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The water plane area of a heavily bottom loaded cargo ship is shown in figure. Choose the correct statement regarding the stability of the floating ship. Okay, the ship is least stable in pitching, the ship is more stable in rolling, the rotational stability of y axis is the design criteria, center of buoyancy lies below the center of gravity. അപ്പൊ നമുക്ക് കുറച്ച്, അതായത് ഇതാണ് നമ്മുടെ വാട്ടർ പ്ലെയിൻ ഏരിയ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇങ്ങനൊരു y ആക്സിസ് ഉണ്ട്, ഒരു x ആക്സിസ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ റീസണിങ് ടൈപ്പ് ഒരു ചോദ്യമാണിത്. അപ്പൊ നമുക്ക് കാർഗോ ഷിപ്സ് പോലെ ഉള്ള ഒരു ഷിപ്പ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ മെറ്റാസെൻട്രിക് ഹൈറ്റ് അഥവാ GM ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ആ ഒരു ഷിപ്പ് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ. അപ്പൊ നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് അല്ലെങ്കിൽ GM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BM മൈനസ് BG എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആണ്. BM എന്ന് പറഞ്ഞ ആൻസർ എന്താണ്, നമുക്ക് I/V ആണ് വരെ. ഓക്കെ, I എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ, B എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ ഒരു റോളിംഗും പിച്ചിങ്ങിന്റെയും കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ. ഷിപ്പ് ഇസ് മോർ സ്റ്റേബിൾ ഇൻ റോളിംഗ്, പിച്ച് ഇസ് മോർ സ്റ്റേബിൾ ഇൻ പിച്ച്. അപ്പൊ റോളിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് രണ്ട് ആക്സിസ് ആണ് വരുന്നത്. അതായത് ലോങ്ജിറ്റ്യൂഡിനൽ ആക്സിസ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഈ x ആക്സിസ് ആണ് നമ്മുടെ റോളിംഗ് ആക്സിസ്, y പിച്ചിങ് ആക്സിസ് ആണെന്ന് പറയുന്നത് y ആക്സിസ്. x ആക്സിസ് എന്ന് പറഞ്ഞാൽ റോളിംഗ് ആക്സിസും y എന്ന് പറഞ്ഞാൽ പിച്ചിങ് ആക്സിസും ആണ്. അപ്പൊ ഈ കാർഗോ ഷിപ്പ് ആണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനെ അപേക്ഷിക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും. അതാണ് അടുത്തൊരു കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അഥവാ അതായത് I, നമ്മുടെ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയും, റോളിംഗ് ആക്സിസിനെ അപേക്ഷിച്ചായിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പൊ I കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും, നമുക്ക് നമ്മുടെ BM ന്റെ വാല്യൂ, BM എന്ന് പറഞ്ഞാൽ I/Y ആണ്. അതായത് BM ന്റെ വാല്യൂ കൂടും. അതായത് BM ന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ GM പോസിറ്റീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഷിപ്പ് എന്തായി മാറും, സ്റ്റേബിൾ ആയി മാറും. അതുകൊണ്ട് റോളിംഗിലാണ് നമ്മുടെ ഷിപ്പ് എന്ന് പറയുന്നത് എന്ത്, മോർ സ്റ്റേബിൾ. അപ്പം ഷിപ്പ് ഇസ് മോർ സ്റ്റേബിൾ ഇൻ റോളിംഗ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരെ. ഓക്കെ, വിച്ച് ഇസ് ലെസ് സ്റ്റേബിൾ ഇൻ പിച്ചിങ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് എപ്പോഴും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അടുത്ത ഓപ്ഷൻ സി നോക്കിക്കുക, റൊട്ടേഷണൽ സ്റ്റെബിലിറ്റി അബൌട്ട് y ആക്സിസ് അതല്ല, റോളിംഗ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. റൊട്ടേഷണൽ സ്റ്റെബിലിറ്റി അബൌട്ട് y ആക്സിസ് അല്ല. സെന്റർ ഓഫ് ബോയൻസി ലൈസ് ബിലോ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതും നമുക്ക് എന്താണ്, റോങ് ആണ്. സ്റ്റെബിലിറ്റിക്കകത്ത് M എന്ന് പറയുന്നത് എബവ് G ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ നിന്നുള്ള ചോദ്യമാണ്, നമ്മുടെ ഒരു സർവേ എന്നുള്ള ചോദ്യമാണ്. If the contour values are 100, 110, 115, 120, 130 moving inwards and all the contours are seen to be touching each other only at one common point, the inference is that the terrain represented is an overhanging cliff, a gently sloping cliff, a vertical hillside, a pond.
അപ്പൊ നമുക്ക് കുറച്ച് കോണ്ടൂർ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ കോണ്ടൂർ വാല്യൂസ് 100, 110, 115, 120, അതുപോലെ തന്നെ 130 ഇങ്ങനെ മൂവിങ് ഇൻവേർഡ്സ് ആണ്. അപ്പൊ അതായത് ഇൻക്രീസിങ് ഇൻവേർഡ് ആണ്. അതായത് അകത്തോട്ട് ഇൻവേർഡിലോട്ട് കയറുമ്പോഴത്തേക്ക് വാല്യൂ വലിയ വാല്യൂ 130 ഉള്ളിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ആൻസർ വരിക? ഇറ്റ് ഇസ് എ ഹില്ലാണ് അല്ലെ? ഹില്ലാണ് ആൻസർ വരിക. അപ്പൊ നമുക്ക് ഹിൽ സൈഡ് ആണ്. അപ്പൊ അത് ജെന്റ്ലി സ്ലോപ്പിംഗ് കൊണ്ട് വെർട്ടിക്കൽ ഹിൽ സൈഡും ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ കോണ്ടൂസും ദേ ആർ ടച്ചിങ് ഈച്ച് അതർ അറ്റ് വൺ കോമൺ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പോയിന്റില് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? എക്സ്ട്രീംലി സ്റ്റീപ്പ് സ്ലോപ്പ് ആണെന്ന് മനസ്സിലാക്കാം. ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പ് ആണ് ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്. പിന്നെ കോണ്ടൂർ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ സ്ലോപ്പ് ആണ്. കോയിൻസൈഡ് ചെയ്യുന്ന ഇവിടെ പറയുന്നില്ല, കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ സ്ലോപ്പ് ആണ്. ഇനി കോണ്ടൂർസ് ക്ലോസ് ചെയ്യുവാണെങ്കിൽ അത് ഓവർഹാങ് ക്ലിഫ് ആണ്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ക്രോസ് ചെയ്താൽ മാത്രമാണ്. അപ്പൊ അതെന്തായാലും നമുക്ക് ആൻസർ ആയിട്ട് വരത്തില്ല. കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? വെർട്ടിക്കൽ സ്ലോപ്പ് ആണ്. ആസ് എ ടോൾഡ് ഓൾറെഡി വൈഡ്ലി സ്പേസ്ഡ് ആണെങ്കിൽ ജെന്റിൽ സ്ലോപ്പ് ആണ്. ഇവിടെ ആൻസർ വരിക വെർട്ടിക്കൽ ഹിൽ സൈഡ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. കോണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിക്രീസ് ചെയ്ത് വരണം, നേരെ തിരിച്ചു വരേണ്ടി വരും. പിന്നെ ജെന്റ്ലി സ്ലോപ്പിംഗ് ഹില്ലാണെങ്കിൽ കോണ്ടൂസ് നമുക്ക് വൈഡ്ലി സ്പേസ്ഡ് ആയിട്ട് വരേണ്ടി വരും. ഓവർഹാങ്ങിങ് ക്ലിഫ് ആണെങ്കിൽ കോണ്ടൂസ് വുഡ് ക്രോസ് ഈച്ച് അതർ. അത് നമുക്കിവിടെ പറയുന്നില്ല. ദിസ് ആൻസർ ഇസ് വെർട്ടിക്കൽ ഹിൽ സൈഡ് ആണ്. ഓക്കെ, a mass diagram is used for computation of cut and fill quantities and hold, balancing cut and fill both A and B, neither A and B. ഇത് മാസ് ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. എന്തിനാണ് മാസ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്? നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് കട്ട് ആൻഡ് ഫിൽ ക്വാണ്ടിറ്റീസ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ എർത്ത് വർക്ക്, ഹൈവേ കനാൽ കൺസ്ട്രക്ഷൻ ഒക്കെ ഉപയോഗിക്കുന്ന എർത്ത് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്രമാണ് മാസ് ഹോൾ ഡയഗ്രാം എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ മാസ് ഡയഗ്രാം എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടേഷൻ ഓഫ് കട്ട് ആൻഡ് ഫിൽ ക്വാണ്ടിറ്റി, എത്ര കട്ട് ചെയ്യണം, എത്ര ഫിൽ ചെയ്യണം എന്നൊക്കെ നമുക്ക് കാണിക്കാറുണ്ട്. സോ അത് കറക്റ്റ് ആണ്. ഇനി അടുത്ത ബാലൻസിങ് കട്ട് ആൻഡ് ഫിൽ, അതും കറക്റ്റ് ആണ്. നമുക്ക് ഹോൾ ബാലൻസിങ് എന്ന് അതിനെ പറയും. അതായത് എത്ര കട്ട് ചെയ്ത് ഫിൽ ചെയ്ത് രണ്ടും ബാലൻസ് ചെയ്ത്. സോ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക കേട്ടോ. മാസ് ഡയഗ്രാം ഇസ് യൂസ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് കട്ട് ആൻഡ് ഫില്ലും അതുപോലെ തന്നെ ബാലൻസിങ് കട്ട് ആൻഡ് ഫില്ലും നമുക്ക് ഉപയോഗിക്കും. In a transit theodolite, the verniers have a least count of 30 minutes, 30 seconds, 20 minutes, 20 seconds. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ട്രാൻസിറ്റ് തിയോഡലൈറ്റ് വേർണിയേഴ്സിന്റെ ലീസ്റ്റ് കൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ അറിയാം എന്താണ്? 20 സെക്കൻഡ്സ് ആണ്. ഓപ്ഷൻ ഡി 20 സെക്കൻഡ്സ് ആണ് നമുക്ക് ലീസ്റ്റ് കൗണ്ട് വരാം. ഓക്കെ, മെയിൻ സ്കെയിൽ ഡിവിഷൻ ആണെങ്കിൽ 30 സെക്കൻഡ്സ് വരും. വെർണിയർ ഡിവിഷൻ ആണെങ്കിൽ നമുക്ക് ലീസ്റ്റ് കൗണ്ട് 20 സെക്കൻഡ്സ് ആണ്. Next question, bar bending schedule is made to estimate the quantity of bar needed to provide a drawing of bend of bars to use reinforcement economically. All of the above. Bar bending നമുക്ക് ഈ പറഞ്ഞ എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റി ഓഫ് ബാർ കണ്ടുപിടിക്കാൻ, അതുപോലെ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് റീഇൻഫോഴ്സ്മെന്റ് എക്കണോമിക്കലി യൂസ് ചെയ്യാനെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. Then next question, quantity of gypsum that should be added to control the setting time of Portland cement during the manufacturing process. നമ്മൾ സിമെന്റ് മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ജിപ്സം ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ സെറ്റിംഗ് ടൈം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അതിന് വേണ്ടി എത്ര ശതമാനം ജിപ്സം ആണ് ആഡ് ചെയ്ത് കൊടുക്കുക? 3 to 5% ആണ് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ജിപ്സം ആഡ് ചെയ്ത് കൊടുക്കുക. Okay, next question, which of the following is a key ingredient in the preparation of high performance concrete? High performance concrete നമുക്ക് key ingredient ആയിട്ട് വരുന്നത് ഏതാണ്? സിലിക്ക ഫ്യൂം, വോൾക്കാനിക് ആഷ്, ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, പ്യൂമിസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ സിലിക്ക ഫ്യൂം ആണ്. ഓപ്ഷൻ എ സിലിക്ക ഫ്യൂം. ഓർത്ത് വെക്കുക. Next question, the curved triangular space formed between the extradose and the horizontal line joining the crown is known as arches എന്നുള്ള ചോദ്യമാണ്. നമുക്ക് ഇതുപോലെ വരുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാഡോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവിന്റെ ഔട്ട്സൈഡ് ആണ്. ക്രൗണിൽ നിന്ന് പോകുന്ന ഹൊറിസോണ്ടൽ ലൈനും ഈ എക്സ്ട്രാഡോസിന്റെ ഇടയ്ക്കുള്ള ട്രയാങ്കുലർ സ്പേസിനെ വിളിക്കുന്ന പേര് വൗസിയർ, സ്പ്രിംഗർ, ആർക്കേഡ്, സ്പാൻഡ്രൽ. ആൻസർ നമുക്ക് വരിക സ്പാൻഡ്രലാണ്. വൗസിയസ് എന്താ വരിക? നമ്മൾ ഇങ്ങനെ ആർച്ചസ് ഉണ്ടാക്കാൻ വേണ്ടി വെഡ്ജ് ഷേപ്പ് മേസണറി യൂണിറ്റ്സ് കൊടുക്കും, അതിനെ വൗസിയർ എന്ന് പറയും. നമ്മൾ സ്പ്രിംഗ് എന്ന് പറഞ്ഞ ഏറ്റവും ഉയർന്ന പോയിന്റ് ആണ്, അവിടെ വെക്കുന്ന ആ ഒരു മേസണറി യൂണിറ്റിനെ സ്പ്രിംഗർ എന്ന് വിളിക്കും. സീരീസ് ഓഫ് ആർച്ചസിനെ വിളിക്കുന്ന പേരാണ് ആർക്കേഡ് എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി സ്പാൻഡ്രലാണ്. Okay, next question, as per the specification of IS 456-2000, the transverse reinforcement for torsion shall be the rectangular open stirrups placed perpendicular to the axis of member, rectangular closed stirrup placed perpendicular to the axis of member, rectangular closed stirrup at 45 degrees to the axis of member,
റെക്ടാങ്കുലർ ഓപ്പൺ സിറപ്പ് പ്ലേസ്ഡ് 45 ഡിഗ്രി ടു ദ ആക്സിസ് ഓഫ് ദ മെമ്പർ. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്വേഴ്സ് റീൻഫോഴ്സ്മെന്റ് ടോർഷന് വേണ്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ ക്ലോസ്ഡ് സിറപ്പ് പ്ലേസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് മെമ്പർ ആണ് IS കോഡ് പ്രകാരം പറയുന്നത്. Okay, next ചോദ്യം, the development length required for a reinforcement bar of 12 mm diameter and grade Fe415 at a section where design bond stress is 1.92 megapascal. നമുക്ക് design bond stress 1.92 ആണെങ്കിൽ development length ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മുടെ എന്താണ് നമ്മുടെ ഇക്വേഷൻ 0.87 Fi5 divided by 4 tau BD ആണ് നമ്മുടെ ഇക്വേഷൻ. Fi നമുക്ക് given ആണ് 0.87, ഗ്രേഡ് Fe415 ആണ്, ഇൻറ്റു ഡയമീറ്റർ 12 ആണ്, ഡിവൈഡഡ് ബൈ 4 tau BD യുടെ വാല്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1.92 എന്ന്. അപ്പൊ കുഴപ്പമില്ല. ഇൻറ്റു ഇനി നമുക്ക് നോക്കിക്കേ വേറെ വല്ലതും ഉണ്ടോ. ഇവിടെ ഡെവലപ്മെന്റ് ലെങ്ത് റീൻഫോഴ്സ്മെന്റ് ബാർ 415 ആണ്. അപ്പൊ അതെന്താണ്, മൈൽഡ് സ്റ്റീൽ അല്ല, HYSD ബാർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ നമ്മുടെ 60% ഇൻക്രീസ് ചെയ്യണം. അതായത് 1.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് ഈ കിട്ടുന്ന tau BD എന്ന് പറഞ്ഞാൽ കോഡിൽ നിന്ന് എടുക്കുന്ന വാല്യൂ ആണ്. അത് പ്ലെയിൻ ബാർ ആണ്. അതായത് നമ്മുടെ പ്ലെയിൻ ബാർസ്, HYSD ബാർസിന് പറ്റത്തില്ല, ഇൻ ടെൻഷൻ ആണ് നമുക്ക് എടുക്കുന്നത്. ഈ വാല്യൂ അങ്ങനെ എടുക്കണമെങ്കിൽ, പക്ഷെ ഇവിടെ പ്ലെയിൻ ബാർസ് ഇൻ ടെൻഷൻ അല്ല. ഇവിടെ നമുക്ക് ടെൻഷൻ ആണോ കംപ്രഷൻ ആണോ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി ഇത് മാറി ടെൻഷൻ മാറി കംപ്രഷൻ ആണെന്ന് പറയുവാണെങ്കിൽ ഇതിന് വീണ്ടും 1.25, അതായത് നമുക്ക് 25% വീണ്ടും ഇൻക്രീസ് ചെയ്യേണ്ടി വരും. സോ ദിസ് ഇസ് യുവർ ആൻസർ. ഇവിടെ 1.6 ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് HYSD പാസ് ആയതുകൊണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ 353 mm എന്ന് കിട്ടും. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഇസ് നെസസറി for pre-stressed concrete because it has high resistance to shrinkage crack, it allows cross section reduce, it has high bearing strength, all of these. നമ്മൾ എപ്പോഴും pre-stressed concrete ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റും അതുപോലെ തന്നെ നമ്മൾ സ്റ്റീലും നല്ല ഗ്രേഡുള്ള സ്റ്റീലും ഉപയോഗിക്കുള്ളൂ. കാരണങ്ങൾ all of the above ആണ് ആൻസർ. ഹൈ റെസിസ്റ്റൻസ് ടു shrinkage crack ആണ്, allows reduce cross section ആണ്, has high bearing strength, all of the above. അടുത്ത ചോദ്യം നമുക്ക് നല്ലൊരു ചോദ്യമാണ്. A double angle discontinuous stud consists of two identical angles back to back which are tack bolted. Comparing the compressive strength of two cases, that is angles placed opposite side of the gusset plate, angles placed on the same side of the gusset plate. അതായത് നമുക്ക് ഒരു ഡബിൾ ആംഗിൾ ഡിസ്കണ്ടിന്യൂസ് സ്ട്രട്ട് ആണുള്ളത്. രണ്ട് ഐഡന്റിക്കൽ ആംഗിൾസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിലും സെയിം സൈഡിലും. അങ്ങനെയാണെങ്കിൽ കേസ് 1 is greater than case 2, case 1 is less than case 2, case 1 is equal to case 2 can be any one of the above. Question ഒന്നുകൂടെ വായിക്കാം. A double angle discontinuous strut consists of two identical angles placed back to back which are tack bolted. Comparing the compressive strength of two cases, that is angles based on opposite side of the gusset plate. Number 2, angles placed on the same side of the gusset plate. Option A, case 1 is greater than case 2, case 1 is less than case 2, case 1 is equal to case 2 can be any of the above. ഈ രണ്ട് കേസും നമ്മൾ കമ്പയർ ചെയ്ത് പറയാൻ. അപ്പൊ നമുക്ക് ഗസറ്റ് പ്ലേറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗസറ്റ് പ്ലേറ്റിന്റെ സെയിം സൈഡിലും ആംഗിൾസ് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതിനാണ് നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് കൂടുതലുള്ളതെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ കേസ് 1 ഇസ് ഗ്രേറ്റർ ദാൻ കേസ് 2 ആണ് ആൻസർ. ഇവിടെ എന്താണ് കേസ് 1 പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആംഗിൾസ് പ്ലേസ്ഡ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ആണ്. കേസ് 2 പറഞ്ഞിരിക്കുന്നത് സെയിം സൈഡ് ആണ്. അപ്പൊ നമ്മുടെ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, പൈ സ്ക്വയർ EI ബൈ L effective സ്ക്വയർ ആണ്, അതായത് K into L സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇത് സിമെട്രിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ആദ്യത്തെ എന്താണ്, നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ഗസറ്റ് പ്ലേറ്റ് ആണ്. ഫസ്റ്റ് കേസ് ആംഗിൾ സ്പേസ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്ഷൻ എന്ത് ചെയ്യും, സിമെട്രിക്കലായി മാറും. അപ്പൊ സെൻട്രോയിഡിലൂടെ പോകും, എക്സെൻട്രിസിറ്റി കുറവാണ്. അപ്പം നമുക്ക് എന്താണ് കൂടുതൽ കുറച്ച് കേസ് 1ന് കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉണ്ട്. ഇനി സെയിം സൈഡ് വരുമ്പോഴത്തേക്ക് എന്താണ്, സെയിം സൈഡ് വരുമ്പോൾ അൺസിമെട്രിക്കൽ ആയിട്ട് വരും. അപ്പൊ ആ സമയത്ത് ലോഡ് എക്സെൻട്രിക് ആയിട്ടാണെങ്കിലും ബെൻഡിങ്ങും കൂടെ ഡെവലപ്പ് ചെയ്യും. സോ നമുക്ക് ലോവർ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. സോ കേസ് 1 is greater than case 2 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം. സോയിൽ സ്ട്രാറ്റം 10 meter thick, അതായത് ഒരു സോയിൽ സ്ട്രാറ്റം ആണ് 10 meter ആണ് thick with pervious stratum on top and bottom. അതായത് മുകളിലും താഴെയും pervious ആണ്, അതായത് ഡ്രെയിനേജ് പോസിബിൾ ആണ്. ഡിറ്റർമിൻ ദി ടൈം റിക്വയർഡ് ഫോർ 50% കൺസോൾട്ടേഷൻ. 50% കൺസോൾട്ടേഷന് വേണ്ടിയിട്ടുള്ള ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. കോഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഇസ് 10⁻⁻7 നമുക്ക് തന്നിട്ടുണ്ട് സെന്റിമീറ്റർ പെർ സെക്കൻഡ്. കോഷ്യന്റ് ഓഫ് കംപ്രഷൻ 0.0003 സെന്റിമീറ്റർ പെർ ഗ്രാം. വോയിഡ് റേഷ്യോ 2, ടൈം ഫാക്ടർ 0.197. നമുക്ക് പാരാമീറ്റേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം റിക്വയർഡ് ഫോർ 50% കൺസോൾട്ടേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, TV is equal to
CV into T by D square. ഇതിൽ നിന്നാണ് T അല്ലെങ്കിൽ ടൈം റിക്വയർഡ് ഫോർ കൺസൾട്ടേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് TV D square by CV. ഇതിനകത്ത് TVയുടെ വാല്യൂ അതായത് ടൈം ഫാക്ടർ 0.197 തന്നിട്ടുണ്ട്. ഡിയുടെ വാല്യൂ ഡബിൾ ഡ്രെയിനേജ് ആണ് 10 മീറ്റർ തിക്ക് ആണെന്ന് പറയുമ്പോൾ 10/2 5 മീറ്റർ വേണം. ഇനി നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് ആര് മാത്രമാണ്? CV മാത്രമാണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വേറെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ആണ്, അതായത് കെയുടെ വാല്യൂ ആണ് 10⁻⁻⁷ സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് കെയുടെ വാല്യൂ. പിന്നെ നമുക്ക് തന്നിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് കംപ്രഷൻ ആണ്, അതായത് AVയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 0.0003 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം ആണ് തന്നിരിക്കുന്നത്. ഇത് രണ്ടുമാണ് വേറെ നമുക്ക് പാരാമീറ്റേഴ്സ് തന്നിരിക്കുന്നത്. സോ ഇവ രണ്ടുപേരെയും വെച്ച് നമുക്ക് CV കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ നമുക്ക് ഒരു വാല്യൂ ഉണ്ട്, ഒരു ഫോർമുല ഉണ്ട്, MV is equal to AV divided by 1 plus E0. നമുക്ക് വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കാം? MV കണ്ടുപിടിക്കാം. ഇനി MV കണ്ടുപിടിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, CV is equal to K by MV gamma W എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിനകത്ത് നീ MV കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കെയുടെ വാല്യൂ ഗിവൺ ആണ്, ഗാമ W അറിയാം. സോ CV കണ്ടുപിടിക്കാം. അങ്ങനെ ടൈം ഫാക്ടറിലേക്ക് പോകാം, നമുക്ക് ടൈമിന്റെ ഇക്വേഷനിലേക്ക് പോകാം. സോ ആദ്യമേ നമുക്ക് എന്താണ്? MV ആണ് ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കേണ്ടത്. സോ ഐ എം കാൽക്കുലേറ്റിംഗ് MV is equal to AVയുടെ വാല്യൂ എത്ര തന്നിരിക്കുന്ന 0.0003 ഡിവൈഡഡ് ബൈ 1 plus E0 വാല്യൂ 1 plus 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 0.31 ആണ്, 0 ആണ്, 0.001 സെന്റിമീറ്റർ സ്ക്വയർ വാല്യൂ MV കിട്ടി. ഇനി നമുക്ക് എന്താ? CV കണ്ടുപിടിക്കണം. K by MV gamma W. കെയുടെ വാല്യൂ എത്ര ആണ്? നമുക്ക് 10⁻⁻⁷ ആണ് ഡിവൈഡഡ് ബൈ MVയുടെ വാല്യൂ 0.0001 ഇൻറ്റു ഗാമ W 1 അല്ലെ, സെന്റിമീറ്റർ ആയതുകൊണ്ട് 1 വരും. സോ വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻറ്റു 1, സോ 1 2 3 4 -3. ആൻസർ എത്ര വരും? നമുക്ക് സിവിയുടെ വാല്യൂ 10⁻⁻³ എന്ന് കിട്ടും. ഓക്കെ, സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ സിവിയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടിയുടെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T is equal to TV ടൈം ഫാക്ടർ എത്ര ആണ്? നമുക്ക് 0.197 ആണ് ഇൻറ്റു D സ്ക്വയർ. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡ്രെയിനേജ് ആയതുകൊണ്ട് 10/2 ആണ്, ദാറ്റ് ഇസ് 5 മീറ്റർ ആണ് വരിക. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാം സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 500 അല്ലെ, സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 500 ഹോൾ സ്ക്വയർഡ് ഉണ്ട്, തെറ്റിക്കേണ്ട, ഡിവൈഡഡ് ബൈ എന്താണ് നമുക്ക് അടുത്തത്? സിവിയുടെ വാല്യൂസ് നമ്മൾ കിട്ടിയത് 10⁻⁻³ ആണ്. സോ ഇത് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 49, നമുക്ക് ഡേയ്സിലാണ് വേണ്ടത്, ഇവിടെ നമുക്ക് സെക്കൻഡ്സിലാണ് കിട്ടുന്നത്. 49.2500 ഇങ്ങനെ കിട്ടും. ഡിവൈഡ് ബൈ നമുക്ക് ഡേയ്സിലേക്ക് മാറ്റാനായിട്ട് 24 into 60 into 60 സെക്കൻഡ്സിലാണ് കിട്ടുന്നത്, കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഡേയ്സിന്റെ ടേംസിൽ കിട്ടിയ വാല്യൂ 570 ഡേയ്സ് ആണ്. ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ല, സാധാരണ ഈ ഇക്വേഷനകത്ത് ഡയറക്ട്ലി വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്ക് PSC ചോദിക്കാറുള്ളത്. ഇപ്രാവശ്യം നമുക്ക് ഡയറക്റ്റ് അല്ല, CV ഗിവൺ ആയിരുന്നില്ല. CV കണ്ടുപിടിക്കാൻ വേണ്ടി കെയുടെയും അതുപോലെ തന്നെ MVയുടെയും വാല്യൂ തന്നിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് അത് അത് AV ആയിരുന്നു തന്നത്. AVയിൽ നിന്ന് CV കണ്ടുപിടിച്ചു, CVയിൽ നിന്ന് MV കണ്ടുപിടിച്ചു, MVയിൽ നിന്ന് CV കണ്ടുപിടിച്ചു. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ കണക്ട് ചെയ്ത് അറിയാമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാൻ ഓഫ് എ 3-leg ടവർ ഫോംസ് an equilateral triangle of side 4 meter. ഒരു പ്ലാനാണ്, ഒരു ടവർ ആണ്. ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ടവർ 450 kN. ഈ ഒരു ടവറിന് ടോട്ടൽ വെയിറ്റ് 450 kN ആണ്. Compute the vertical stress increase in the soil by the tower at a depth of 4 meter directly by any one of the legs. ഏതെങ്കിലും ഒരു ലെഗിന്റെ താഴെ ഡയറക്ട്ലി നമുക്കൊരു 4 മീറ്റർ ഡെപ്ത് ഡയറക്ട്ലി ഉള്ള സ്ട്രെസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ ലോഡ് ആണ് 430 എന്ന് പറയുന്നത്. ഈ 430 ഓരോ ലെഗിന്റെ ഇല്ലേ നമുക്കുള്ളത്, ബിലോ വൺ ഓഫ് ദ ലെഗ് ആണ്. സോ ഓരോ ലെഗിലും 450/3 ആണ്. അതായത് നമുക്ക് വരെ 150 kN ആണ് ഓരോ ലെഗിലെ ലോഡ് എന്ന് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് എന്താ വെർട്ടിക്കൽ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കുന്നത്. സിഗ്മ C is equal to 3Q/2πc² into 1/1 plus R/c the whole square the whole raised to 5/2. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇനി നമ്മുടെ Q അറിയാം, C വാല്യൂ അറിയാം, ഇതെല്ലാം നമുക്ക് ഗിവൺ ആണ് അല്ലെ. നമുക്ക് ഇനി ഇവിടെ നമ്മുടെ ബിലോ 4 മീറ്റർ ഡയറക്ട്ലി ആണ്. അപ്പൊ നമുക്ക് ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞ R2 is equal to R3 is equal to 4 മീറ്റർ ആണ്.
നമുക്കിവിടെ ഡയറക്ട്ലി 4 മീറ്റർ ആണ്, പക്ഷെ നമുക്കിവിടെ റേഡിയൽ ഡിസ്റ്റൻസ് എത്രയാണ്? 4 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് സി വാല്യൂ എത്രയാണ്? 4 മീറ്റർ താഴെ ഡയറക്ട്ലി തന്നെ കണ്ടുപിടിക്കേണ്ടത്. സോ ആർ ബൈ സിയുടെ വാല്യൂ എന്ത് വരും? ആർ ബൈ സി ഈക്വൽ ടു 4/4, ദാറ്റ് ഇസ് 1 എന്നുള്ള ടേം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. സിഗ്മ സി ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിഗ്മ സി ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു നമുക്ക് 150 ആണ്, 150 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു സിയുടെ വാല്യൂ ഇസ് അഗെയിൻ 4 സ്ക്വയർ ഇൻറ്റു 1/1 പ്ലസ് 1 ദ ഹോൾ റേസ് ടു 5/2. ഓക്കെ, അതായത് ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ 1 തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരും? യുവർ ആൻസർ വിൽ ബി 4.976 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കിട്ടി കഴിഞ്ഞാൽ പോരാ. അതായത് നമുക്ക് ഇനി എന്ത് വേണം? നമ്മുടെ ഒരു ലെഗിലെയാണ് കിട്ടിയത്. അപ്പൊ സിഗ്മ 2 സിഗ്മ 3 കൂടെ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ 3 ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു 4 സ്ക്വയർ. ഒരു ലെഗിന്റെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. 1/1 പ്ലസ് again 4/4 ആണ്, the whole square, the whole raised to 5/2. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? You get the answer as 0.791 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 4.976 0.791 കൂടെ ആഡ് ചെയ്തെടുക്കുക. അതായത് ഒരു ലെഗിന്റെ ആണിത്, ബാക്കി 2ഉം 3ഉം ഉണ്ട്. സോ 4.97 പ്ലസ് 2 ഇൻറ്റു 0.791 എന്ന് വരും. സോ ടോട്ടലി യു വിൽ ഗെറ്റ് ദ ആൻസർ 6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഈ ലെഗിന് എടുക്കുമ്പോൾ 4 മീറ്റർ റേഡിയൽ ഡിസ്റ്റൻസ് കൊടുത്തോണ്ടാണ് ഇവിടെ ഫസ്റ്റ് നമ്മൾ 6 കൊടുത്തത്. അടുത്ത കേസിൽ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ 4 അല്ല കൊടുക്കുന്നത് നമ്മള്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് വന്നത്. ഇവിടെ 4/4 അല്ല, ഇവിടെ തെറ്റിപ്പോയതാണ്. ഓക്കെ, ഇവിടെ 1/4 the whole square. Next question, what is the ratio of average permeability in horizontal direction to that of vertical direction? ഹൊറിസോണ്ടൽ ഡയറക്ഷന്റെയും വെർട്ടിക്കൽ ഡയറക്ഷന്റെയും പെർമിയബിലിറ്റിയുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ എ സോയിൽ കൺസിസ്റ്റ് ഓഫ് 3 ഹൊറിസോണ്ടൽ ലേയേഴ്സ്. 3 ലേയേഴ്സ് ഉണ്ട്, 1 2 3 ലേയേഴ്സ് ഉണ്ട്. If the thickness and permeability of the second layer are twice as that of the first and അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് അതൊന്ന് വരച്ച് എഴുതാം. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് the thickness and permeability of the second ലെയറിന്റെ thicknessഉം permeability എന്നും പറയുന്നത് are twice of those of the ഫസ്റ്റിന്റെ ട്വൈസ്. അപ്പൊ ഫസ്റ്റിന്റെ കെയും അതുപോലെ തന്നെ തിക്നെസ് എച്ചും ആണെങ്കിൽ അതിന്റെ ട്വൈസ് ആണ് 2h ഉം 2k ആണ്. ആൻഡ് ദോസ് ഓഫ് ദ തേർഡ് ലെയർ ഇസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ സെക്കൻഡ്. തേർഡ് ലെയറിന്റെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെയറിന്റെ ട്വൈസ് ആണ്. അതായത് ഇത് 2h ആണെങ്കിൽ ഇത് 4h വരും. ആൻഡ് ദിസ് ഇസ് 4k. അപ്പൊ ഇതാണ് നമ്മുടെ സോയിൽ സ്ട്രാറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഹൊറിസോണ്ടൽ പെർമിയബിലിറ്റിയും വെർട്ടിക്കൽ പെർമിയബിലിറ്റിയും കണ്ടുപിടിക്കണം. അപ്പൊ ഹൊറിസോണ്ടൽ പെർമിയബിലിറ്റി KH is equal to എന്താണ് നമ്മുടെ ഇക്വേഷൻ? K1H1 plus K2H2 plus K3H3 divided by H1 plus H2 plus H3 is equal to K1 ന്റെ വാല്യൂ K ആണ്, H plus 2KH plus 4K into 4H, 2K into 2H അല്ലേ, 2K into 2H into 2H divided by H plus 2H plus 4H is equal to KH പുറത്തെടുത്താൽ into 1 plus 4 plus 16 divided by 6 7H. H cancel ചെയ്തു പോകും. So your answer will be 21K by 7 which is equal to 3K. 3K എന്ന് കിട്ടും. ഹൊറിസോണ്ടലിന്റെ 3K കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വെർട്ടിക്കലിന്റെ കണ്ടുപിടിക്കാം. ഇതുപോലെ വെർട്ടിക്കലിന്റെ KV is equal to again your equation എന്താണ്? H1 plus H2 plus H3
divided by h1 by k1 plus h2 by k2 plus h3 by k3. Right. Okay, so h1 plus h2 plus h3, h plus 2h plus 4h divided by h1 is again h divided by k plus 2h by 2k plus 4h by 4k. ഇവിടെ നമ്മൾ 7h divided by h by k പുറത്തെടുക്കാം, h by k into 1 plus 1 plus 1, that is k മുകളിലേക്ക് പോകും, h വെച്ച് ക്യാൻസൽ ചെയ്ത് പോകും, 7k divided by 3 വരും. ഓക്കെ, നമുക്ക് എന്താ ഇനി കണ്ടുപിടിക്കേണ്ടത്? യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ഓഫ് average permitting horizontal to that of vertical, k horizontal to that of vertical, kh by kv ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ kh ന്റെ വാല്യൂ എത്ര നമുക്ക് കിട്ടിയ 3k എന്ന് കിട്ടിയില്ലേ? 3k divided by kv യുടെ വാല്യൂ is into 3 by 7k, 9 by 7 എന്ന ആൻസർ കിട്ടും. Your answer is option A. Okay, സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രശ്നം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്സ് ഇസ് സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ഇൻ സോൺ. എവിടെയാണ് സോണിംഗ്? വെൻ it affects the aesthetic of the place, the building is near to a river, the site is too close to an airport, the building is built in marsh. അതായത് നമുക്ക് ഹൈറ്റ് എപ്പോഴും നമുക്ക് എപ്പോഴാണ് റെസ്ട്രിക്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് ഇസ് ടു ക്ലോസ് ടു ആൻ എയർപോർട്ട്, എയർപോർട്ടിന് അടുത്താണെങ്കിൽ ഹൈറ്റ് റെസ്ട്രിക്ഷൻ വെക്കും. ബിക്കോസ് നമുക്ക് എയർക്രാഫ്റ്റിന്റെ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനൊക്കെ വലിയ ഹൈറ്റുള്ള ബിൽഡിംഗ്സ് വന്നു കഴിഞ്ഞാൽ അത് അഫക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫെസിലിറ്റി ഇൻ എ പോർട്ട് ടു അലോ ഷിപ്സ് ടു ബി ടേക്കൺ ഓൺ റിപ്പയർ എസ് നോൺ. ഷിപ്പിനെ റിപ്പയറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പോർട്ടിലുള്ള ഫെസിലിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോക്ക് എന്ന് പറയും. ഓപ്ഷൻ ബി ഡോക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, resultant of two equal forces P is also equal to P, the angle between them in degrees ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പഠിച്ചു വെക്കേണ്ട റിസൾട്ട് ആണ്, 120 ഡിഗ്രി ആണ് വരുന്നത്. എന്നാലും നമുക്ക് ചെയ്യാം. റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് ഇക്വേഷൻ അറിയാം, p സ്ക്വയർ റൂട്ട് ഓഫ് p സ്ക്വയർ പ്ലസ് q സ്ക്വയർ പ്ലസ് 2pq cos ആൽഫ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് റിസൾട്ടന്റിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? p ആണ്, ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് p സ്ക്വയർ പ്ലസ് p സ്ക്വയർ plus 2p into p cos alpha. നമുക്കിത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ p സ്ക്വയർ is equal to 2p square plus 2p square cos alpha. That is 2p square into 1 plus cos alpha ആണ് p square. p square p square cancel ചെയ്ത് 1 by 2 is equal to 1 plus cos alpha, or cos alpha is equal to minus 1 by 2 എന്നൊരു, which is equal to 120 degree. Option D 120 degree. Okay. Next question, unit of moment of a force. Moment എന്ന് പറഞ്ഞാൽ എന്താ? Force into distance ആണ്, which is equal to force into unit Newton, distance meter. So answer is Newton meter. Option C. Next question, three forces A, B and C of magnitude 4 Newton, 6 Newton and 10 Newton acting on a particle are in equilibrium. It can be concluded that 3 forces ഉണ്ട്, 4, 6, 10. ഇത് മൂന്നും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണ്. A and B are perpendicular to each other. A യും B യും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ A 4ഉം 6 10 പെർപെൻഡിക്കുലർ ആയത് എങ്ങനെ വരും? അങ്ങനെയാണ് റിസൾട്ടന്റ് 6 10 വരും. അങ്ങനെ ചാൻസസ് ഉണ്ടോ? B is non coplanar, അത് വരത്തില്ല. C is non concurrent, അതും പറയാൻ പറ്റത്തില്ല. സോറി, C is concurrent, അതും പറയാൻ പറ്റത്തില്ല. B and C are acting in opposite direction. B 6 C 10 നോക്കിക്കോളൂ. ബിയും സിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് 6ഉം 4ഉം 10, ഇത് രണ്ടും സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്ത് 10 കിട്ടി. ഇതും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് പറയാൻ പറ്റും. ഓപ്ഷൻ ഡി, ബി ആൻഡ് സി ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് കുറച്ചുകൂടെ കറക്റ്റ്. Which of the following will decrease when the percentage of carbon increase? Carbon increase ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഡക്റ്റിലിറ്റി ആണ്. ഓപ്ഷൻ സി ഡക്റ്റിലിറ്റി. ബാക്കി എല്ലാം കൂടും കേട്ടോ. Next question, elongation of shaft A is 4 times the elongation of shaft B. എന്താ പറഞ്ഞേക്കുന്നത്? elongation of shaft A എന്ന് പറഞ്ഞാൽ 4 times elongation of shaft B ആണ് when subjected to equal tensile force. The modulus of velocity of both shaft are same. Modulus of velocity shaft A യുടെയും shaft B യുടെയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ diameter of A is half that of the diameter of B. Diameter of A is twice diameter of B. Diameter of A is 1/4 diameter of B. Diameter of A is 4 times the diameter of B. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 റിലേഷൻഷിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത്
നമ്മുടെ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ബി രണ്ട് മെറ്റീരിയലിന്റെ എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ ഇറ്റ് ഇസ് 4 ആണ്. അപ്പൊ നമുക്ക് ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എസ് പി എൽ ബൈ എ ഇ ആണ്. നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സെയിം ആണെങ്കിൽ ഡയമീറ്ററിന്റെ റിലേഷൻഷിപ്പ് ആണ് ആക്ച്വലി തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ബി അങ്ങ് എഴുതിയാലോ? എന്ത് വരും? പി എ എൽ എ ബൈ എ എ ഇ എ ഇൻറ്റു എ ബി ഇ ബി ഡിവൈഡഡ് ബൈ പി ബി എൽ ബി. ഇവിടെ ലോഡ് ഫോഴ്സ് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ബോത്ത് ഷാഫ്റ്റ് ആർ സെയിം. ലെങ്ത് സെയിം ആണ്. അതായത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡെൽറ്റ എ ബൈ ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു എ ബി ബൈ എ എ എന്ന് എഴുതാം. അതായത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ആൻഡ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ബിയുടെ വാല്യൂ 4 ആണ്. 4 ഇസ് ഈക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു ഡി ബി സ്ക്വയർ ബൈ പൈ ബൈ 4 ഇൻറ്റു ഡി എ സ്ക്വയർ. പൈ ബൈ 4 പൈ ബൈ 4 ക്യാൻസൽ ചെയ്ത് 4 ഇസ് ഈക്വൽ ടു dB by dA the whole square. That is dB by dA is equal to 2. dB is equal to 2 times dA. Diameter of B is equal to 2 times diameter of A. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡയമീറ്റർ ഓഫ് എ ഇസ് ഹാഫ് ദ ഡയമീറ്റർ ഓഫ് ബി. അതും പറയാം. സോ ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ ആണ്. ഡയമീറ്റർ ഓഫ് എ ഇസ് ഹാഫ് ദ ഡയമീറ്റർ ഓഫ് ബി. ജസ്റ്റ് ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതൊന്നും പോകണ്ട. നിങ്ങൾ ഒരുപാട് ബിസിനസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഡയറക്ട്ലി തന്നെ ബാക്കി പാരാമീറ്റേഴ്സ് ഒക്കെ സെയിം ആണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്ന് പറയുന്ന റിലേഷൻ അറിയാമെങ്കിൽ അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ബാക്കി ഈ സ്റ്റെപ്പുകളൊക്കെ തന്നെ ഒഴിവാക്കാം. അപ്പോൾ ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർ ഇത്ര സ്റ്റെപ്പ് ചെയ്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ബൾക്ക് മോഡുലസ് ഓഫ് എ ഇസ് ട്വൈസ് ഓഫ് മെറ്റൽ ബി. എന്താ പറഞ്ഞേക്കുന്ന? ബൾക്ക് മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് twice that of metal B ആണ്. And modulus of rigidity of A, G of A is 3 times of GB. Which one of the following is correct? Modulus of velocity of A is 3 times of B. Modulus of velocity of A is 4 times B. Modulus of velocity of A is 6 times B. Modulus of velocity of A is 8 times B. Okay. അപ്പോൾ നമുക്ക് നമ്മുടെ modulus of velocity അതുപോലെ തന്നെ പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ബൾക്ക് മോഡുലസും റിജിഡിറ്റി മോഡുലസും ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തുള്ള ഇക്വേഷൻ ആണ് വേണ്ടത്. എന്താണ്? 9KA 9K ഡിവൈഡഡ് ബൈ 3K പ്ലസ് G അല്ലേ? 3KA പ്ലസ് GK. EB is equal to 9KB GB divided by 3KB plus GB. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് വേണ്ടത്? ഇ എ ബൈ ഇ ബി അല്ലേ ചോദിച്ചിരിക്കുന്നത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇ എ ബൈ ഇ ബി ഇസ് ഈക്വൽ ടു 9 കെ എ എന്ന് പറഞ്ഞാൽ എന്താ? 2 ടൈംസ് കെ ബി ആണ്. 2 ടൈംസ് കെ ബി. ജി എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ജി ബി ആണ്. ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 കെ ബി പ്ലസ് 3 GB. ഇപ്പുറത്തോട്ട് എഴുതാല്ലേ? ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. ഓക്കെ, ഞാൻ ഇവിടോട്ട് എഴുതുവാണ്. ഇ എ ബൈ ഇ ബി ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു കെ എക്ക് പകരം എന്ത് എഴുതാം? 2 KB എന്ന് എഴുതുവാണ്. ഇൻറ്റു ജി എക്ക് പകരം 3 GB ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 KB പ്ലസ് ജിയുടെ വാല്യൂ 3 GB ഇൻറ്റു ബാക്കിയെല്ലാം 3 KB പ്ലസ് GB ഡിവൈഡഡ് ബൈ 9 KB GB. വേണ്ട ആൾക്കാരെല്ലാം ക്യാൻസൽ ചെയ്തു. KB GB ക്യാൻസൽ ചെയ്തു. സോ 18 ഇൻറ്റു 3 18 ഇൻറ്റു 3 എത്ര? 9 ഇൻറ്റു 2 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 9 അല്ലേ? ഇൻറ്റു എന്ത് വരും? 3 KB പ്ലസ് GB ഡിവൈഡഡ് ബൈ 6 KB പ്ലസ് 3 GB എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് 9 2s are 18 ആണ്. സോ 6 ഇൻറ്റു 3 KB പ്ലസ് GB ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 6 ആണ്. അപ്പൊ നമുക്ക് 3 അങ്ങ് പുറത്തെടുത്താലോ? 3 ഇൻറ്റു
2 kb plus gb എന്ന് വരും. ഓക്കെ, ഇങ്ങനെ പോകും. സോ വാട്ട് ഇസ് ദ കറക്റ്റ് ആൻസർ? നമുക്ക് ആൻസർ എന്ത് വരും? നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി റിലേഷൻഷിപ്പ് ആണ് വേണ്ടത്. സോ വെൻ യു ക്യാൻസൽ യു വിൽ ഗെറ്റ് ദ റിലേഷൻഷിപ്പ് ആസ്, സോ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇതിന് ഓപ്ഷൻ പ്രകാരം 3 ടൈംസ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, കറക്റ്റ് ആൻസറിലേക്ക് ആക്ച്വലി എത്തത്തില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ ആക്ച്വലി ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ഈ 2 ടേംസും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഒക്കെ എടുത്താലും 2 എന്ന് പറയുന്ന ടേം വരും. 2 എന്നുള്ള ഓപ്ഷൻ ഇല്ല. 3 ടൈംസ് എന്നുള്ളതാവണം ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് പറയുവാണെങ്കിലും വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, cantilever beam of length L, moment of inertia I and modulus of velocity E carries a mass m at its free end. ഒരു കാന്റിലിവർ ബീം ഉണ്ട്. കാന്റിലിവർ ബീമിന് ഒരു m മാസ് ഫ്രീ എൻഡിൽ ഉണ്ട്. What is the natural frequency of transverse vibration neglecting the beam mass? ബീം മാസ് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ആണ്. സോ നമുക്ക് k is equal to p by delta എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് കിട്ടും. ആൻഡ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, നമ്മുടെ ഡിഫ്രാക്ഷൻ ആണ്. നമുക്കറിയാം എന്താണ് PL3 by 3EI ആണ്. p ഡിവൈഡ് ബൈ ഡെൽറ്റയുടെ വാല്യൂ PL3 by 3EI ആണ്. സോ നമുക്ക് എന്ത് വരും? 3EI by L3 എന്ന് വരും. p യും കൂടെ ക്യാൻസൽ ചെയ്ത് അപ്പൊ 3EI by ആണ് നമ്മുടെ k വരെ. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ? നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. ഒമേഗ is equal to k by m ആണ്. ഓക്കെ, സോ കെയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 3EI by L3 into m വരും. സോ ഓപ്ഷൻ നമുക്ക് സി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലേഷൻ ബിറ്റ്വീൻ ഷിയർ സ്ട്രെസ് Z and velocity gradient du by dy for a fluid given by C is equal to A into du by dy the whole raised to n, where A and n are constants. If n is less than 1, which type of fluid will be? ഇതും ഡയറക്റ്റ് നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. n less than 1 വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഫ്ലൂയിഡിനെ നമ്മൾ pseudoplastic എന്ന് വിളിക്കും. Okay, next is the speed of water in a hose increase from 2 to 25 meter per second going from hose to the nozzle. Given the absolute pressure in the nozzle is 2.5 Newton per meter square, okay, into 10 raised to 1 atmospheric, assuming level horizontal frictionless flow, calculate pressure in the hose, density of water as 1000 kilogram per meter cube. നമ്മുടെ ബെർണോളിസ് ഇക്വേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. P by rho g plus V1 square by 2g plus C1 is equal to P by rho g, atmospheric pressure ആണല്ലോ, V2 square by 2g plus C2. Okay, അപ്പൊ നമുക്ക് ആകെ നമ്മുടെ എന്താണ്, നമ്മുടെ C1 C2 ഒക്കെ ഒരേ ലെവലാണ്. V1 നമുക്ക് ഗിവൺ ആണ്. V1 എത്രയാണ്? നമുക്ക് 25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, പ്രഷർ നമുക്ക് എത്രയാണ്? 2.5 തന്നിട്ടുണ്ടല്ലേ. 2.5 P by പ്രഷർ ഹെഡ് ആണ് തന്നെ, അബ്സല്യൂട്ട് പ്രഷർ ആണ് തന്നിരിക്കുന്നത്. സോ 2.5 പ്ലസ് റോജി വെട്ടി പോവല്ലോ. സോ 2.5 പ്ലസ് V1 എത്രയാണ്? 2 സ്ക്വയർ ആണ് അല്ലെ. 2 സ്ക്വയർ ബൈ 2g വെട്ടിപ്പോകും. ഇവിടുത്തെ 2g വെട്ടി പോകും. ഇസ് ഈക്വൽ ടു P2, അടുത്ത പ്രഷർ അല്ലേ, ക്യാപിറ്റൽ പ്രഷർ അല്ലേ, പ്ലസ് V2 സ്ക്വയർ എത്ര? നമുക്ക് 25 സ്ക്വയർ ആണ്. സെക്കൻഡ് പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കാൽക്കുലേറ്റ് ഫോർ P2 സോൾവ് ചെയ്തെടുക്കാം. P2 സോൾവ് ചെയ്തെടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ഓപ്ഷൻ എ ആണ് കിട്ടുന്നത്. നമുക്ക് 4.1 into 10 raised to 5 Newton per meter square കിട്ടും. Okay, then next question, Pelton wheel is used in those places where എവിടെയാണ് Pelton wheel യൂസ് ചെയ്യുന്നത്? ഹൈ ഹെഡ് ലോ ഡിസ്ചാർജിലാണ് നമ്മൾ Pelton wheel യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is or are true about line organization? ലൈൻ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. Which of the following is or are true about a line organization? Authority flows directly from the top of the organization to the lower levels of management. Scalar principles and the principle of unity of command are allowed. Line managers may depend too much on staff expert. Only 1 and 2, only 1, only 2 and 3, none of the above 1, 2 and 3. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം തന്നിരിക്കുന്നത്. അപ്പൊ ലൈൻ ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. അതോറിറ്റി ഫ്ലോസ് ഡയറക്ട്ലി ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ ടു ദ ലോവർ ലെവൽ ഓഫ് മാനേജ്മെന്റ്. ലൈൻ ഓർഗനൈസേഷനിൽ തന്നെ നമ്മൾ ടോപ്പിൽ നിന്ന് താഴേക്ക് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത് കറക്റ്റ് ആണ്. രണ്ടാമത് എന്താണ്? സ്കേലാർ പ്രിൻസിപ്പിൾ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് ആർ ഫോളോഡ്. അത് ഫോളോ ചെയ്യും. സ്കേലാർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമുക്ക് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ഒരു കമാൻഡ് ഫ്ലോ ചെയ്യണം എന്നുള്ളതാണ്. ഇത് കറക്റ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്, അതായത് നമുക്ക് എല്ലാ എംപ്ലോയീസിനും ഒരൊറ്റ സുപ്പീരിയറേ ഉള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. അത് അവിടെ
അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ലൈൻ മാനേജേഴ്സ് മേ ഡിപ്പെൻഡ് ടു മച്ച് ഓൺ സ്റ്റാഫ് എക്സ്പേർട്സ്. അപ്പൊ ഇത് നമുക്ക് ലൈൻ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ സ്റ്റാഫ് എക്സ്പേർട്ടിന് ഇവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1 and 2 ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ഓൺലി 1 and 2 ആണ് നമുക്ക് ലൈൻ ഓർഗനൈസേഷനെ പറ്റി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Next question. Which of the following is true about a budget? Helps to provide guidelines about organizational resources and expectations for their use. Helps to define control system and standards. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is true about a budget? Helps to provide guidelines about organizational resources and expectations for their use. Helps to define control system standards. Help to evaluate performance of managers and work units. Only 2 and 3, only 3, only 2, all of the above 1, 2 and 3. അപ്പൊ ഇതില് നമുക്ക് ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ബഡ്ജറ്റ് എന്താണ്? ആക്ച്വലി നമുക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും കൺട്രോളിനും കോർഡിനേഷനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ്, ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ച്വലി ഒരു പ്ലാൻഡ് ആയിട്ടുള്ള സംഭവമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഹെൽപ്സ് ടു പ്രൊവൈഡ് ഗൈഡ്ലൈൻസ് അബൌട്ട് ഓർഗനൈസേഷണൽ റിസോഴ്സസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഫോർ ദ യൂസ് എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. റിസോഴ്സസും ഒക്കെ ഉള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതാണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഹെൽപ്സ് ഡിഫൈൻ കൺട്രോൾ സിസ്റ്റം സ്റ്റാൻഡേർഡ്സ്. അതായത് നമുക്ക് ശരിക്കും നമ്മുടെ ചെലവുകളും വരവൊക്കെ കൺട്രോൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കൊടുക്കുന്ന സംഭവമാണ്. അതും കറക്റ്റ് ആണ്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹെൽപ് ടു വാലിഡേറ്റ് പെർഫോമൻസ് ഓഫ് മാനേജേഴ്സ് ആൻഡ് വർക്ക് യൂണിറ്റ്. അതായത് നമ്മൾ ബഡ്ജറ്റ് ചെയ്ത ഒരു ടാർഗറ്റ് ഉണ്ടാവും, അതിനനുസരിച്ചാണോ നമ്മുടെ മാനേജേഴ്സും വർക്ക് യൂണിറ്റ്സും വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ചെയ്യുന്നതും എന്താണ് നമ്മുടെ ബഡ്ജറ്റിന്റെ ഒരു പർപ്പസ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണിത്. സോ 1, 2 and 3 നമുക്ക് കറക്റ്റ് ആണ്. സോ ഇത്രയാണ് നമ്മുടെ സിവിൽ പോർഷൻസ് എന്നുള്ളത്. ബാക്കി മെക്കാനിക്കൽ പോർഷൻസിൽ നമുക്ക് മെക്കാനിക്കൽ സാർ ഡിസ്കസ് ചെയ്ത് വീഡിയോ ഇടുന്നതായിരിക്കും. സോ നിങ്ങളുടെ കമന്റ് താഴെ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം.